സനൂപ് സത്യൻ സംവിധാനം ചെയ്ത് കലാഭവൻ ഷാജോൺ നായകനായ CAD രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമ ഇന്നലെ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിരുന്നു. മനോരമ മാക്സ് ഇന്നലെ ആനന്ദപുരം ഡയറീസ് എന്ന സിനിമയായിരുന്നു റിലീസ് ഒരുങ്ങിയിരുന്നത്. പക്ഷേ അവർ ആ സിനിമയുടെ റിലീസ് മാറ്റി പകരം ഈ സിനിമയാണ് റിലീസ് ചെയ്തത്. പടം ഇന്ന് രാവിലെയാണ് കണ്ടു തീർത്തത്. അപ്പോൾ പടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെ ഒരു സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞിരുന്നില്ല. സിനിമയുടെ ട്രെയിലർ മുമ്പൊരിക്കൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഈ സിനിമ പരാജയപ്പെട്ട സിനിമ ആയതുകൊണ്ട് കാണണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും നിരാശ തോന്നിയില്ല. നല്ലൊരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് ഈ സിനിമ പരാജയപ്പെട്ടു പോയെന്ന് ഇന്നും ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, SI രാമചന്ദ്രൻ എന്ന കഥയിലെ നായകൻ, അതായത് കലാഭവൻ ഷാജോൺ, സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടവും താല്പര്യമുള്ള ജോലിയാണ് ഈ ജോലി. ആ ജോലിയിൽ നിന്നും ഇദ്ദേഹം വിട്ട് പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം ചെറുതൊന്നുമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വന്തമായി ഒരു കേസ് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആലോചിക്കുന്നത്. അങ്ങനെ തെളിയാതെ കിടന്നിരുന്ന ഒരു കേസ് അദ്ദേഹം അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയിലെ ഓരോ സീനുകളും ത്രില്ല് അടിപ്പിക്കുന്ന സീനുകളാണ്. അതിനകത്തിലുപരി ഒരു അച്ഛൻ മകൾ ബന്ധവും സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രകടനം ഈ സിനിമയിൽ നിന്നും കാണാം. സിനിമയിൽ ഷാജോനെ കൂടാതെ ബൈജു സന്തോഷും സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്ക് സഹായിക്കുന്ന ഒരു വക്കീലിൻ്റെ കഥാപാത്രമാണ് ബൈജു സന്തോഷ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. വലിയ റോളൊന്നും അദ്ദേഹത്തിനില്ല. ആകെ 3-4 സീനുകളേ ഉള്ളൂ. എന്നാലും തിരക്കേടില്ല എന്ന് പറയാം. സിനിമയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ വളരെ ഗംഭീരമായ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇപ്പോൾ ബാബുരാജിൻ്റെ കൂതാശ എന്ന സിനിമയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആരും ശ്രദ്ധിക്കാതെ പോയി. പിന്നീട് ഇങ്ങനൊരു സിനിമ OTTയിൽ വന്നപ്പോൾ വളരെ മികച്ച ഒരു സിനിമയാണെന്ന് പലർക്കും തോന്നി. ആ ഒരു ലെവലിലേക്കൊക്കെ ഈ സിനിമ എത്തിപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നല്ല ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.